യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്ക് ഉണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടത് ആകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകുട്ടവും ഒരിടയനുമാകുന്നു. ശിഷ്യഗണത്തിൻ്റെ അടുക്കൽ യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്, ഇസ്രായേൽ ഗൃഹത്തിലെ ഒരു തൊഴുത്തും ആട്ടിൻകൂട്ടവും മാത്രമല്ല എനിക്കുള്ളത്, അതിലുപരിയായി ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വിശാലമായ മേച്ചിൽ പുറത്ത് കിടക്കുന്ന ഒരാട്ടിൻകൂട്ടം എനിക്കുണ്ട്. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ഒരു തൊഴുത്തുണ്ടെന്നല്ല പറഞ്ഞത്, ഈ തൊഴുത്തിനകത്ത് കെട്ടപ്പെട്ട ഒരു ജൂയിഷ് കൾച്ചറിനകത്ത് കെട്ടപ്പെട്ട ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു തൊഴുത്തിനകത്തുള്ള ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി മേച്ചൽ പുറങ്ങളിൽ വിശാലതകളിൽ കിടക്കുന്ന ഒരു വലിയ ആട്ടിൻകൂട്ടത്തെ ഞാൻ കാണുന്നു. ആ ആട്ടിൻകൂട്ടത്തെ ഞാൻ നടത്തേണ്ടതാകുന്നു. ഞാൻ അവയെ നടത്തുമ്പോൾ അവയ്ക്കെൻ്റെ ശബ്ദം കേൾപ്പാൻ കഴിയും. ആമേൻ. അങ്ങനെ തൊഴുത്തിലും മേച്ചൽ പുറത്തിലും കിടക്കുന്ന ആട്ടിൻകൂട്ടത്തെ ഞാൻ ഒന്നാക്കി തീർക്കും. അതിനുശേഷം ഞാൻ ഒരിടയനായി നിന്ന് അവരെ പരിപാലിക്കുകയും ചെയ്യും. ഈ ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് ദൈവരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3 കാലഘട്ടങ്ങളാണ് പറയുന്നത്. ഒന്ന്, തൊഴുത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരാട്ടിൻകൂട്ടവും ഇടയനും. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവറിക്ക് മുമ്പുള്ള ഇസ്രായേലാണ്. 2, തൊഴുത്തിന് പുറത്തുള്ള ആട്ടിൻകൂട്ടമാകുന്ന ജാതികളെ ചേർത്തെടുക്കുന്ന ദൈവത്തിൻ്റെ സഭ. ആ ദൈവസഭ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം ആകാശമേഘത്തിൽ കേൾക്കും, കാഹളം ധ്വനിക്കും. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മേച്ചൽ പുറങ്ങളിൽ ഭൂമിയുടെ അറുതി തുടങ്ങി അറുതി വരെ ചിതറിക്കിടക്കുന്ന ആ ആട്ടിൻകൂട്ടം ആ കാഹളനാദം കേട്ട് മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പും ഉൽപ്രാപണവും പ്രാപിക്കും. അതിനനന്തരം ഈ ലോകത്തിൽ ഒരു സഹസ്രാബ്ദ വാഴ്ച ഉണ്ടാക്കും. ഒരു രാജാവ് നീതിയോടുകൂടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. അന്ന് ജാതി ജാതിയോട് എതിർക്കത്തില്ല, രാജ്യം രാജ്യത്തോട് കലഹിക്കത്തില്ല, ഭാഷാ വ്യത്യാസങ്ങൾ ഉണ്ടാകത്തില്ല. ഒരു രാജാവും ഒരു രാഷ്ട്രവും ഒരു ഏക ലോക ഭരണത്തിന്റെ അധികാരിയായി ആകാശമേഘങ്ങളിൽ ഒലിവുമലയിൽ ഇറങ്ങി വരുന്ന മശിഹ ലോകത്തിൽ ഭരണം ചെയ്യുക. The whole world shall be like a flock and a shepherd. ജാതി ഭാഷ വർണ്ണ വർഗ വ്യത്യാസങ്ങളെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ബാബേൽ ഗോപുരം പണിയപ്പെടുമ്പോൾ ഭൂമിമേൽ ഉണ്ടായ ദൈവത്തിന്റെ കോപത്തിന് ശാശ്വത പരിഹാരം വരുത്തിക്കൊണ്ട് the world shall be a flock and a shepherd. ആകയാൽ പൂർവിക ഇസ്രായേലിയ കാലം, സഭായുഗം, സഹസ്രാബ്ദ യുഗം, ഇങ്ങനെ 3 യുഗങ്ങളെയാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് യുഗപര വീക്ഷണത്തിലുള്ള ദൈവവചന ചിന്ത പഠന ഭാഗം മാത്രമാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം അതിലെ 2ാമത്തെ സഭായുഗത്തിലെ ഒരു ദൈവിക പ്രവൃത്തിയെ പറഞ്ഞ് ഞാൻ സമയത്ത് ശുശ്രൂഷയെ അവസാനിപ്പിച്ച് അടുത്ത ഭാഗം ഇതൊരു തുടർ ഭാഗമായിരിക്കും. അടുത്ത ഭാഗം പിന്നീട് നിങ്ങളുമായി പങ്കുവയ്ക്കാം. ഇതിൽ ഇവിടെ സഭായുഗത്തെ സംബന്ധിച്ച് ഇങ്ങനെയാണ് പറയുന്നു, ഞാൻ അവയെ നടത്തേണ്ടതാകുന്നു, ഞാൻ അവയെ നടത്തേണ്ടതാകുന്നു. ഇന്ന് പകൽക്കാലം ദൈവസഭയിൽ ആരാധിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞാട്ടെ, എന്നെ നടത്തുവാൻ എനിക്കൊരു ഇടയനുണ്ട്, എന്നെ നടത്തുവാൻ എനിക്കൊരു ഇടയനുണ്ട്. The Lord who guides me, who leads me, എന്നെ നടത്തുവാൻ എനിക്കൊരു ഇടയനുണ്ട്. ഇന്ന് പകൽക്കാലം അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, നമ്മളെ നടത്താൻ ഒരു ഇടയനുണ്ട്. മുഖത്തോട് മുഖം നോക്കി
പറഞ്ഞാട്ട്, നിങ്ങൾ ദിശ തെറ്റി അലയത്തില്ല, ആരും പേരുമില്ലാതെ ഉലയത്തില്ല. നിന്നെ നടത്തുവാൻ നിനക്കൊരു ഇടയനുണ്ട്. നിന്റെ വലങ്കൈ കോരേശിന്റെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, കോരേശ്, ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ മുൻപാകെ ദുർഘടങ്ങളെ നിരപ്പാക്കി, താമ്ര കതകുകളെ തകർത്ത്, ഇരുമ്പോടമ്പലുകളെ ഖണ്ഡിച്ച്, നദികളെ വറ്റിച്ച്, സമുദ്രങ്ങളെ ഉണക്കി ഞാൻ നിന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുക. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടരുത്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നുവെങ്കിൽ നദികളിൽ കൂടി നടന്നാലും തീയിൽ കൂടി നടന്നാലും നീ വെന്തു പോകാതെ ഞാൻ നിന്നെ നടത്തുന്ന ദൈവമാണ്. ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് കണ്ണും കരവും ഉയർത്തി പറഞ്ഞാട്ട്, ദൈവമേ, നീ എന്നെ നടത്തുന്ന ദൈവമാണ്. ആമേൻ. ഞാൻ അവയെ നടത്തേണ്ടതാകുന്നു. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ അവയെ നടത്താമെന്നല്ല പറഞ്ഞത്. ആമേൻ. ഞാൻ അവയെ നടത്തേണ്ടതാകുന്നു. ഇതൊരു ഓഫറായിട്ടല്ല ദൈവം പറയുന്നത്, ഇതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാ കർത്താവ് പറയുന്നത്. ഇന്ന് പകൽ ദൈവത്തിന്റെ ജനമേ, എൻ്റെ അപ്പൻ എന്നെ നടത്തുമെന്നുള്ളത് ദൈവത്തിന്റെ ഒരു ഔദാര്യമല്ല, അത് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഉത്തരവാദിത്തമാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് ഒരു നിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ ദൈവം എന്നെ നടത്തുമെന്നുള്ളത് എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ഒരു ഔദാര്യമല്ല, എന്നെ ജനിപ്പിച്ച എൻ്റെ ജനകന് എന്നോടുള്ള ഉത്തരവാദിത്തമാണ്. ലോർഡ്, യു ഷുഡ് ലീഡ് മീ ആൻഡ് ഗൈഡ് മീ. ദിസ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. എൻ്റെ അപ്പൻ എന്നെ നടത്തുക എന്നുള്ളത് എൻ്റെ അപ്പൻ്റെ ഉത്തരവാദിത്തമാണ്. വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം കൊടുക്കുക. അപ്പോൾ അടുത്ത ഒരു ചോദ്യം, എങ്ങനെയാണ് ദൈവം അവരെ നടത്തുന്നത്? എങ്ങനെയാണ് ദൈവം നമ്മളെ നടത്തുന്നത്? ദൈവിക നടത്തിപ്പിൻ്റെ ചില ഭാഗങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവരാം. ആമേൻ. ദൈവം എങ്ങനെ നടത്താം, അതിൻ്റെ 3 ഭാഗങ്ങളെ പറഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക് കയറാം. ഒന്ന്, ദൈവം നടത്തുമ്പോൾ, ആമേൻ, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. പുറപ്പാട് പുസ്തകം 15:13, ദൈവമേ, നീ വീണ്ടെടുത്ത ജനത്തെ ദയയാൽ നടത്തി, ദയയാൽ നടത്തി. ആമേൻ. ത്രൂ യുവർ mercy you led your redeemed generation. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ ദൈവം എങ്ങനെ വഴി നടത്തോ? അവൻ്റെ ദയയാൽ എന്നെ വഴി നടത്തോ. ഈ 2025 നോക്കിയിട്ട് പറഞ്ഞാട്ട്, ദൈവം തൻ്റെ ദയയാൽ എന്നെ വഴി നടത്തോ. ദൈവം തൻ്റെ ദയയാൽ എന്നെ വഴി നടത്തോ. എൻ്റെ ശക്തിയല്ല അവിടെ പ്രാമുഖ്യ, എൻ്റെ ബുദ്ധിയല്ല അവിടെ പ്രാമുഖ്യ, ഞാൻ ദൈവത്തോട് കാട്ടിയ വിശ്വസ്തതയല്ല അവിടെ പ്രാമുഖ്യ. അങ്ങയുടെ ദയയാൽ അങ്ങനെ വഴി നടത്തോ. ഇന്ന് പകൽക്കാല നിങ്ങളുടെ മക്കളെ നോക്കി പറഞ്ഞാട്ട്, ദൈവത്തിൻ്റെ ദയയാൽ എൻ്റെ കുഞ്ഞുങ്ങൾ നടത്തപ്പെടാം. നിങ്ങളുടെ സാമൂഹിക ജീവിതത്തെ നോക്കി പറഞ്ഞാട്ട്, ത്രൂ ഹിസ് എവർലാസ്റ്റിംഗ് മേഴ്സീസ്, അവൻ്റെ നിലനിൽക്കുന്ന അവൻ്റെ എന്നേക്കുമുള്ള ദയയാൽ ഞാൻ വഴി നടത്തപ്പെടാം. ആമേൻ. പുതുവർഷത്തിലേക്ക് കയറുമ്പോൾ ദൈവജനമെല്ലാം മുടങ്ങാതെ ആ ഗാനപ്രതിഗാനമായി ഒരു സങ്കീർത്തനം പാടിക്കൊണ്ടാണ് കയറുന്നത്. അതിനകത്ത് സഭ ആവർത്തിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഹിസ് മേഴ്സീസ് എൻഡ്യൂർസ് ഫോർഎവർ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഈ 2025 നീക്കം വരാത്ത ദൈവത്തിൻ്റെ ദയ, അവൻ്റെ ദയ എന്നെ വഴി നടത്തുന്നതാണ്. പ്രതികൂലത്തിൻ്റെ പടവുകൾ കടന്നു വന്നാൽ, പ്രതിസന്ധിയുടെ ദിനരാത്രങ്ങൾ കടന്നു വന്നാൽ, ദൈവമേ, നീ എന്നെ വീണ്ടെടുത്തതാണ്, നിന്റെ ദയ എന്നെ നടത്തും. ദൈവത്തിൻ്റെ ദയ എന്നെ നടത്തും. ഒരു ദയ, ദൈവം ആരോടാണ് ദയ കാണിക്കുന്നത്? അർഹതയില്ലാത്ത ഒരു മനുഷ്യനോട് കാണിക്കുന്ന നന്മയുടെ പേരാണ് ദയ എന്ന് പറയുന്നത്. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, എന്നെയും നിങ്ങളെ നടത്തുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ ഇവിടെ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 13-ാം വാക്യത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ മിരിയാം പ്രവചനാത്മാവിൽ പറയുകയാണ്, നീ വീണ്ടെടുത്ത നിന്റെ ജനത്തിൻ്റെ മേൽ പുകഴുവാനൊന്നുമില്ല, പ്രശംസിക്കുവാനൊന്നുമില്ല. കയ്യിലിരിപ്പ് നോക്കിയാൽ പുറംപോക്കി പോലും കിടത്താൻ കൊള്ളത്തില്ല. മത്സരം നോക്കിയാൽ മുഖത്തോട് മുഖം നോക്കി നിൽക്കാൻ ഈ യോഗ്യതയില്ല. പാപങ്ങളെ അളന്നു നോക്കിയാൽ ഒരു വിധത്തിലും അംഗീകരിപ്പാൻ കഴിയുകയില്ല. പക്ഷേ നീ നിന്റെ ജനത്തെ നടത്തോ. ബിക്കോസ് ഓഫ് ദ എവർലാസ്റ്റിംഗ് മേഴ്സി, നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ ദയയാൽ ഇന്ന് പകൽക്കാല നിന്റെ പാപങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി, നിന്റെ വീഴ്ചകളുടെ നേരെ വിരൽ
ചൂണ്ടി ദൈവം നിന്നെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളയുമെന്ന് ശത്രു വാദിക്കുമ്പോൾ ഇന്ന് പകൽ നീ പറഞ്ഞാട്ട് ദയയാൽ എന്നെ നടത്തുന്ന ഒരു ആ ദൈവമാണ് എന്നെ വീണ്ടെടുത്തത്. ആ ദൈവമാണ് എന്നെയാണ് ഞാൻ ആരാധിക്കുന്നത്. ദൈവത്തിൻ്റെ ദയ എന്നെ നടത്തും. ആമേൻ. വീണ്ടും അടുത്ത ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ യെശയ്യാ പ്രവചനം 49 അധ്യായം അതിൻ്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ദയ വീഴ്ചകൾ കണക്കിടാതെ നമ്മളെ നടത്തും. എന്നാൽ 49 അധ്യായം അതിൻ്റെ 10 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അവർക്ക് വിശക്കയില്ല, അവർക്ക് ദാഹിക്കയില്ല, മരീചികയും വെയിലും അവരെ ബാധിക്കയില്ല. കാരണം അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തും. അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തും. ഇന്ന് പകൽ വിശ്വസിച്ചാൽ എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ ഒരിക്കലും ക്രൂരമായിട്ട് എന്നെ നടത്തത്തില്ല. അവൻ കരുണയോടെ എന്നെ കരം പിടിക്കുക. നിന്നെ വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്. അവൻ കരുണയോടെ ഹിസ് ടെൻഡർ മേഴ്സി, ദയ എന്ന വാക്കിന് മേഴ്സി എന്നാണ് പറയുന്നതെങ്കിൽ സ്തോത്ര, കരുണ എന്ന വാക്കിന് ടെൻഡർ മേഴ്സി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദയയെക്കാട്ടിലും കുറച്ചും കൂടെ മൃദുലമായിരിക്കുന്ന ഭാഗം. അവൻ കരുണയോടെ നിന്നെ വഴി നടത്തോ. ജീവിതത്തിൽ നിന്റെ കാലുകൾ ഇടറാതെ, ജീവിതത്തിൽ നിനക്ക് വിശക്കാതെ, ജീവിതത്തിൽ നിനക്ക് ദാഹിക്കാതെ, മരീചികയും വെയിലും നിന്നെ ബാധിക്കാതെ നിന്നോട് കരുണയോടെ വഴി നടത്തോ. ഈ 2025 നോക്കിയിട്ട് നീ പറഞ്ഞാട്ട് എൻ്റെ കൈവശം കോടി സ്വത്തില്ല, എനിക്ക് വലം കൈ നിൽക്കാൻ രാഷ്ട്രീയ പിൻബലമില്ല, കൂട്ടുകാരും ചർച്ചക്കാരും എനിക്ക് പേർ പറയാനില്ല, പക്ഷേ I shall overcome this season because I am guided by a merciful Father. His tender mercies. എന്നോട് കരുണയുള്ളവൻ എന്നെ വഴി നടത്തോ. എന്നോട് കരുണയുള്ളവൻ എന്നെ വഴി നടത്തോ. ഇന്ന് പകൽ നിന്റെ പ്രതികൂലങ്ങളെ നോക്കിയിട്ട് പറഞ്ഞാട്ട് എന്നോട് കരുണയുള്ളവനാണ് എന്നെ വഴി നടത്തുന്നത്. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല, അവന്റെ കരുണ മാറിപ്പോകത്തില്ല. He is merciful Father. അവൻ കരുണയുള്ള ദൈവമാണ്. ഇന്ന് പകൽ നിന്റെ പ്രതികൂലത്തെ നോക്കി പറഞ്ഞാട്ട് എൻ്റെ ദൈവത്തിന് എന്നോട് കരുണയുണ്ട്. നിന്റെ ദാരിദ്ര്യത്തെ നോക്കി പറഞ്ഞാട്ട് എനിക്കൊരു കരുണയുള്ള ദൈവമുണ്ട്. നിന്റെ നിന്ദയെ നോക്കി പറഞ്ഞാട്ട് എൻ്റെ ദൈവത്തിന് എന്നോട് കരുണയുണ്ട്. അവൻ കരുണയാൽ എന്നെ വഴി നടത്തും. അവൻ കരുണയാൽ എന്നെ വഴി നടത്തും. അറവുശാലയിലേക്ക് ഒരു ആടിനെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ, അറവുശാലയിലേക്ക് ഒരു കാളയെ അടിച്ചു കൊണ്ടുപോകുമ്പോൾ ചവിട്ടിത്തൊഴിച്ച് കയറ്റോ. ആ കയറും കൊണ്ട് വലിച്ച് ഈ 4 കാലും കൊണ്ട് ഈ കന്നുകാലിയോ ഈ ആടോ ഇങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ കഴുത്തിൽ കെട്ടിയ കയറും മൂക്കുകയറും കൊണ്ട് അതിനെ വലിച്ചഴച്ചു കൊണ്ടുപോകുമ്പോൾ ഈ ഊന്നി നിൽക്കുന്ന കാലുകളിൽ ആ കന്നുകാലിയോ ആ ആടോ ഇങ്ങനെ മുട്ടിടിച്ച് വീഴുമ്പോൾ വലിച്ചു കൊണ്ടുപോകുന്ന അറവുകാരന് സുഖമായി. പിന്നെ ഒന്നും കിടങ്ങ് വലിച്ചാൽ ഇതിങ്ങനെ ആ അറവുശാലയിലേക്ക് നിരങ്ങി വലിഞ്ഞു കയറോ. അതും ഒരു നടത്തിപ്പാ, അതും ഒരു ലീഡിങ്ങാ. അറവുശാലയിലേക്ക് ലീഡ് ചെയ്യുകയാണ്. പക്ഷേ അവിടെ പറയുകയാണ്, എനിക്കൊരു നടത്തിപ്പുകാരനുണ്ട്. അറവുശാലയിലേക്ക് മുട്ടയിലഴച്ചു കൊണ്ടുപോകുന്ന ഒരു കന്നുകാലിയുടെ അറവുകാരനല്ല, അവനൊരു കരുണയുണ്ട്. അവൻ കരുണയോടെ എന്നെ വഴി നടത്തും. അവൻ കരുണയോടെ എന്നെ വഴി നടത്തും. ഞാൻ വഴി യാത്രയിൽ ക്ഷീണിച്ചാൽ അവൻ എൻ്റെ കൂടെ അവിടെ ചേർന്ന് നിൽക്കും. എനിക്ക് മുമ്പോട്ട് നടക്കാൻ ബലമില്ലാതെ വരുമ്പോൾ അവൻ്റെ മാർവോട് എന്നെ ചേർത്ത് നിർത്തും. ഇതാ മരുഭൂമിയിൽ നിന്ന് ഒരുത്തി കയറി വരുന്നു. അവൾ എങ്ങനെയാണ് കയറി വരുന്നത്? മരുഭൂമിയുടെ വനാന്തരങ്ങളിൽ, പ്രതികൂലങ്ങളിൽ അവൾ ആകെ വാടി തളർന്നു പോയി. അവൾ ആ മരുഭൂമിയിൽ പട്ടു വീഴേണ്ടതായിരുന്നു.
അവൾ മരുഭൂമിയുടെ മണലാരണ്യത്തിൽ ഒതുങ്ങേണ്ടിയതായിരുന്നു. അവിടെ തേളുകളും പാമ്പുകളും കടന്നു വന്ന് അവളെ നശിപ്പിക്കേണ്ടതായിരുന്നു. പക്ഷേ അവൾ ആ മരുഭൂമിയിൽ വീണു പോകാതിരുന്നത് അവൾക്കൊരു പ്രിയനുണ്ടായിരുന്നു. അവളുടെ ബലഹീനതയിൽ അവൾ ആ പ്രിയന്റെ മേൽ ചാരി. ആ പ്രിയൻ അവളെ ചേർത്ത് പിടിച്ചു. പിൽക്കാലത്ത് ഭക്തൻ അവളെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ മരുഭൂമിയിൽ നിന്ന് അവളുടെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നു. ഇവൾ ആരുവൾ? അവൾക്ക് പറയാനൊന്നുണ്ട്. പ്രതികൂലത്തിന്റെ പടവുകളിൽ എനിക്ക് ചാരുവാൻ ഒരു മാർവിടമുണ്ട്, കരുണയുടെ മാർവിടം. ആ വാക്കിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്: വെയിലും മരീചികയും അവരെ ബാധിക്കയില്ല. വെയിലെന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിന്നുള്ള ഉഷ്ണം. എന്നാൽ മരീചിക എന്താണെന്നറിയാമോ? ഈ ഉഷ്ണം ഭൂമിയുടെ മണലാരണ്യത്തിൽ തട്ടിയിട്ട് ഒരു നദി പോലെ, നീരുറവ പോലെ വഞ്ചിക്കുന്ന ഒരു പ്രകൃതി, ഒരു വഞ്ചനയുടെ മുഖമുളവാക്കും. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും പറയും നേച്ചർ ഈസ് ദ മോസ്റ്റ് സപ്പോർട്ട് ഓഫ് മാൻ. പ്രകൃതിയുടെ ഏറ്റവും വലിയ സഹായം, മനുഷ്യൻ്റെ ഏറ്റവും വലിയ സഹായം പ്രകൃതിയാണെന്ന്. എന്നാൽ ഈ പ്രകൃതിക്ക് വേറെ ചില മുഖങ്ങളുണ്ട്. മരുഭൂമിയിൽ നടക്കുമ്പോൾ ഈ പ്രകൃതി നമ്മളെ കാണിക്കും, അതുകൊണ്ട് അവിടെ ഒരു നീരുറവയുണ്ട്, അവിടെ ഒരു നീരുറവയുണ്ട്. ആ നീരുറവയെ തേടി തേടി പോകുമ്പോൾ അത് പ്രകൃതി പറയും കുറച്ചും കൂടെ അപ്പുറമാ, കുറച്ചുകൂടെ അപ്പുറമാ. ഒടുവിൽ തിരിച്ചറിയും, ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു. അങ്ങനെ ഒരു നീരുറവ അവിടെ ഇല്ലായിരുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ കരുണ നിന്നെ വഴി നടത്തുമ്പോൾ ഒരു മരീചികയോ ഒരു വഞ്ചനയോ ഒരു ചതിയും ഡേറ്റ് മാറ്റി നിന്നെ വഞ്ചിക്കാൻ, സീസൺ മാറ്റി നിന്നെ വഞ്ചിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. മരീചിക പറയും 2024 ഉറപ്പായിട്ടും വിടുതലുണ്ട്. പക്ഷെ 2024 എൻഡിൽ പറയും, നീ കുറച്ചും കൂടെ മുമ്പോട്ട് പോ, ഒന്നും കൂടെ മുമ്പോട്ട് പോ. 25 നിനക്കത് കിട്ടും. 25 ഇത് തന്നെ പറയും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ദൈവമാണോ നിന്നെ നടത്തുന്നേ? നിന്നോട് കരുണയുള്ളവനാണോ നിന്നെ നടത്തുന്നത്? മരീചിക നിന്നെ ബാധിക്കത്തില്ല. എത്ര ആയിരങ്ങൾ വഞ്ചനയുടെ കൊടുമുടിക്കകത്തു നിന്ന് നിനക്കെതിരെ പോർ വിളിച്ചാൽ, ഇന്ന് തരാം, നാളെ തരാം, മറ്റന്നാൾ തരാം, വിടുതലും സൗഖ്യവും സമ്പത്തും നാളെ തരാം, വിസ നാളെ കിട്ടും, ടിക്കറ്റ് മറ്റന്നാൾ കിട്ടും, ആമേൻ, കല്യാണം നാളെ നടക്കും, പിള്ളേർ മറ്റന്നാളുണ്ടാകാം. നിനക്കെതിരെ വഞ്ചനയുടെ മരീചികകളെ എഴുതിടുന്ന പോർമണ്ഡലങ്ങളെ ഇന്ന് പകൽ ഞാൻ ദൈവിക അധികാരത്തിൽ ശാസിക്കുന്നു. വെയിലും മരീചികയും എന്നെ ബാധിക്കത്തില്ല. പ്രകൃതിയുടെ പ്രതികൂലങ്ങളും പ്രകൃതിയുടെ വഞ്ചനയും. വെയിലെന്ന് പറയുന്നത് പ്രതികൂലമാണ്, മരീചിക എന്ന് പറയുന്നത് വഞ്ചനയാണ്. എന്നാൽ ഇന്ന് പകൽ പറഞ്ഞാട്ട് എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. മനുഷ്യൻ വഞ്ചിക്കാനും മനുഷ്യൻ പ്രതികൂലം നിന്നാലും അതെന്നെ ബാധിക്കത്തില്ല. ഞാൻ അതിനും മുകളിലാണ് നിൽക്കുന്നത്, ഞാൻ അതിനും ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇന്ന് പകൽ ഒരു നിമിഷം കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട് കരുണയോടെ നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. മരീചിക എന്നെ ബാധിക്കത്തില്ല, ഉഷ്ണം എന്നെ തട്ടുകയില്ല. മരീചിക എന്നെ ബാധിക്കത്തില്ല, ഉഷ്ണം എന്നെ തട്ടുകയില്ല. ഇന്ന് പകലിതാ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മരീചികകളെ ദൈവം മരുഭൂമിക്കകത്തൊരു നീരുറവയാക്കുന്നു. അപാചക പ്രൗഢാർത്ഥന. ഇന്ന് പകൽ ദൈവം നടത്തുന്നവൻ എങ്ങനെ മരീചികയിൽ നിന്ന് രക്ഷപ്പെടും? ഞാൻ ഒറ്റ വാക്കിൽ പറയാം, പിശാച് മരീചിക കാണിച്ചെടുത്ത് ദൈവം ഒരു നീരുറവ് തുറക്കും. പിശാച് മരീചിക കാണിച്ചെടുത്ത് ദൈവം ഒരു നീരുറവ് തുറക്കും.
നീ വർഷങ്ങളായി ചില മരീചികയെ ഫോളോ ചെയ്യുകയാ. നീ വർഷങ്ങളായി ചില മരീചികയെ ഫോളോ ചെയ്യുകയാ. നീ ആത്മീയ മണ്ഡലത്തിൽ ചില മരീചികകളെ കണ്ടോ, കുടുംബജീവിതത്തിൽ ചില മരീചികകളെ കണ്ടോ, സഹോദരങ്ങളിൽ ചില മരീചികകളെ കണ്ടോ. പക്ഷേ ഇന്ന് പകൽ നീ മരീചിക കണ്ട മരുഭൂമിയിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു നീരുറവ തുറക്കുകയാണ്. ഹാഗാറിന്റെ കണ്ണുകൾ തുറന്ന് ശിംശോന് വേണ്ടി ലേഹിയിൽ നീരുറവ തുറന്നതുപോലെ it's your opening. Larbala babarakatarabalia ralkatal bera pravadia lakatala rabasia arakatal manasia. അതാണ് ആ വാക്യത്തിൽ പറഞ്ഞത്. മരീചികയ്ക്ക് ഇനി അവനെ പറ്റിക്കാൻ കഴിയത്തില്ല. കാരണം ദൈവം കൈപിടിച്ചവനെ എവിടേക്ക് കൊണ്ടുപോകോ? നീരുറവകൾക്കരികെ കൊണ്ടുപോകോ. ഞാനൊന്ന് ചോദിക്കട്ടെ, നീരുറവിനരികെ നിൽക്കുന്നവൻ മരീചിക കണ്ട് കാല് ചലിപ്പിക്കുവോ? ഇല്ല. ഇന്ന് പകൽക്കാല ഒരു സത്യം നിന്നോട് പറയാ. ഇന്നലകളിൽ നിനക്ക് ചില വഞ്ചനകൾ പറ്റി, ഇന്നലകളിൽ നിനക്ക് ചില ചതികൾ പറ്റി. കാരണം നീ ഇരുന്നത് വരണ്ട നിലത്തായിരുന്നു. പക്ഷേ ദൈവം നിന്നെ നീരുറവിനകത്ത് അടുത്തിരുത്തി കഴിഞ്ഞാൽ പിന്നൊരു മരീചികയ്ക്ക് നിന്നെ ആകർഷിക്കാൻ പറ്റുമോ? പിന്നൊരു മരീചികയ്ക്ക് നിന്നെ പ്രലോഭിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. ഇന്ന് പകൽ ദൈവം നിനക്ക് ഉറപ്പ് തരുന്നു. നീ ഒരു നീരുറവിനരികെ ഇരിക്കുക, ഒരു മരീചികയ്ക്ക് നിന്നെ ആകർഷിക്കാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിന്റെ അധികാരത്തിൽ മരീചിക പോലെ ജനത്തെ വശീകരിക്കുന്ന പാപശക്തികളുടെ മേൽ സഭ ജയമെടുക്കുന്നു. ദാഹം തീർന്നില്ല, പിന്നെയും മരീചിക തേടിപ്പോയി. ദാഹം തീർന്നില്ല, പിന്നെയും മരീചിക തേടിപ്പോയി. ഇന്ന് പകൽക്കാലം അവൻ നിന്റെ ദാഹം ശമിപ്പിച്ചാൽ പിന്നെ നീ മരീചിക തേടി പോകുമോ? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഈ ആരാധനയ്ക്കകത്ത് ഭയങ്കര സ്പെസിഫിക് ആയി പറയുന്നു. ദൈവം ചില ഈവിൽ ഇമോഷൻസിനെ നിന്റെ ലൈഫിൽ ക്യാൻസൽ ചെയ്യുന്നു. ദൈവിക അധികാരത്തിൽ അത് ക്യാൻസൽ ആയി പോകട്ടെ. പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്നു. Power of Holy Ghost imparting upon. ദൈവത്തിന്റെ രാജ്യം വചനത്തിലല്ല, ദൈവത്തിന്റെ രാജ്യം ശക്തിയിലത്രേ. We are here not to preach the word but to manifest the power of word. ദൈവവചനത്തിന്റെ കോണ്ടെക്സ്റ്റ് പറയാനല്ല ഞങ്ങൾ ഇന്ന് ഇതിനകത്ത് നിൽക്കുന്നത്. ദൈവവചനത്തിന്റെ പവർ മാനിഫെസ്റ്റ് ചെയ്യാനാണ്. ഹോളി സ്പിരിറ്റ് ലാർക്കറ്റൽ മാനസിയ. ഒന്ന്, എൻ്റെ ബലഹീനതകൾ ഓർക്കാതെ എൻ്റെ ദൈവം ദയയോടെ എന്നെ വഴി നടത്തും. രണ്ട്, മനുഷ്യനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു പോകാതെ എൻ്റെ ദൈവം കരുണയോടെ എന്നെ വഴി നടത്തും. മൂന്ന്, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 5-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 5-ാം സങ്കീർത്തനം 8-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവമേ, ഞാൻ കടന്നു പോകുന്ന പാത നിനക്കറിയാം, എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിനക്കറിയാം. അനുകൂലമായ ഘടകങ്ങളെക്കാട്ടിലും പ്രതികൂലമായ ഘടകങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. സ്നേഹിതരെക്കാട്ടിലും ശത്രുക്കളെയാണ് ഞാൻ കാണുന്നത്. വിശ്വസ്തരെക്കാട്ടിലും വഞ്ചകരെയാണ് ഞാൻ കാണുന്നത്. ഞാൻ എങ്ങനെ കാലടി മുമ്പോട്ട് വെക്കുമെന്നറിയത്തില്ല. ആ സമയത്ത് സങ്കീർത്തനക്കാരൻ തൻ്റെ ആത്മാവിൽ ഒരു ഉറപ്പ് ലഭിച്ചു. ജീവിതത്തിൽ ശത്രുക്കൾ വട്ടം നിന്ന് വളയുമ്പോൾ നിന്നെ നടത്തുന്ന ഒരു നീതിയുടെ വലങ്കൈ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരാ. His righteousness, അവൻ്റെ നീതി നിന്നെ വഴി നടത്തും. Lead me, O Lord, in the righteousness. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, നിന്റെ ദൈവത്തിന് നിന്നോടൊരു നീതിയുണ്ട്. നിന്റെ ദൈവത്തിന് നിന്നോടൊരു നീതിയുണ്ട്. ചങ്കത്ത് കൈവച്ച് പറഞ്ഞേ, എൻ്റെ ദൈവത്തിന് എന്നോടൊരു നീതിയുണ്ട്. എൻ്റെ ദൈവത്തിന് എന്നോടൊരു നീതിയുണ്ട്.
എൻ്റെ ദൈവത്തിന് എന്നോടൊരു നീതിയുണ്ട്. എൻ്റെ ദൈവത്തിന് എന്നോടൊരു നീതിയുണ്ട്. എൻ്റെ ദൈവത്തിന് എന്നോടൊരു നീതിയുണ്ട്. ആകയാൽ 1000 ശത്രുക്കൾ എൻ്റെ നേരെ വായ് പിളർന്ന് നിന്നാലും 10,000 കൂരമ്പുകൾ എനിക്കെതിരെ എഴുതിട്ടാലും തൊടത്തില്ലെന്നെ, തൊടത്തില്ലെന്നെ, തൊടത്തില്ലെന്നെ. കാരണം എൻ്റെ ദൈവത്തിന് എന്നോടൊരു നീതിയുണ്ട്. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ദൈവവേലയ്ക്ക് ഇറങ്ങിത്തിരിച്ചത് ആരെങ്കിലും 10 കാശ് തരുമെന്നോ ദൈവവേല കൊണ്ട് എന്തെങ്കിലും നന്മയുണ്ടാകുമെന്നോ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടല്ല. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരാളുടെ അടുക്കൽ പറഞ്ഞു, ഇന്നും സുവിശേഷ വേല കൊണ്ട് എനിക്കൊരു 100 രൂപ സമ്പാദിക്കണമെന്ന് ആഗ്രഹമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നും ജോലി ചെയ്യാനുള്ള ബലം എനിക്കുണ്ട്, അധ്വാനിപ്പാനുള്ള ബലം എനിക്കുണ്ട്. കാശുണ്ടാക്കാൻ കൊതിയുണ്ടെങ്കിൽ ഞാൻ പോയി ജോലി ചെയ്താൽ പോരെ. എൻ്റെ ഒപ്പം കാശുണ്ടാക്കിയത് സുവിശേഷ വേലയിലല്ലോ. എൻ്റെ സഹോദരൻ കാശുണ്ടാക്കിയത് സുവിശേഷ വേലയിലല്ലോ. അവർ പഠിച്ചിട്ടും അധ്വാനിച്ചിട്ടുമല്ലേ. എനിക്കും പഠിച്ചാൽ അധ്വാനിച്ചാൽ പണമുണ്ടാക്കിക്കൂടെ? ദൈവത്തിൽ എനിക്കൊരു ധൈര്യമുണ്ട്. He is righteous to me. He is righteous to me. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ഉള്ളതെല്ലാം കർത്താവിനെന്ന് പറഞ്ഞ് നല്ല യൗവനം കർത്താവിന് കൊടുത്തിറങ്ങുമ്പോൾ പിന്നെ 4 ശത്രുക്കൾ അവിടെ നിന്ന് വളവള അടിച്ചാൽ ഭയപ്പെടത്തില്ല. I am confident in the righteousness of God. I am confident in the righteousness of God. വിസ തരാന്ന് പറഞ്ഞിട്ടാണോ പെന്തക്കോസി വന്നേ? ഗൾഫിൽ കൊണ്ടുവന്ന് പറഞ്ഞിട്ടാണോ സ്നാനപ്പെട്ടെ? എല്ലാം വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ പെന്തക്കോസിൽ ഇറങ്ങിയത്? പെന്തക്കോസിൽ ഇറങ്ങി വെള്ളം ഉടുത്തപ്പോൾ ആരെങ്കിലും പുഷ്പചക്രം നൽകിയോ? ആഭരണം ഊരിപ്പോ ആരെങ്കിലും അഭിനന്ദിച്ചോ? എല്ലാവരും വെടക്കെന്നല്ലേ പറഞ്ഞുള്ളൂ. നീ പെന്തക്കോസി പോകുന്നത് കണ്ട് ആരെങ്കിലും നീ നന്മ പ്രാപിക്കുമെന്ന് പറഞ്ഞോ? ഇനി അവിടെ എങ്ങടെ പോയിട്ട് എന്തോ കാണിക്കാനെന്നല്ലേ ചോദിച്ചത്? കുടുംബത്തിന്റെ നീ പെന്തക്കോസി പോകുമ്പോൾ നീ ഞങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? കുടുംബത്തിന്റെ മാനം കളയാൻ ജാതി കൂടാൻ പോയേക്കുന്നല്ലേ ആക്ഷേപിച്ചത്. എന്നിട്ട് നീ ഇറങ്ങി തിരിച്ചില്ലേ? എന്നിട്ട് നീ പ്രതികൂലത്തിൽ പിടിച്ചു നിന്നില്ലേ? എന്നിട്ട് നീ വിശ്വാസത്തിന് വേണ്ടി നിന്നില്ലേ? The Lord is righteous towards you. 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 His righteousness can lead you throughout the world. എൻ്റെ അപ്പൻ എന്നോടൊരു നീതി ഉണ്ടെന്ന് യെരമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്. നീ വിതയ്ക്കാത്ത ദേശത്തും മരുഭൂമിയിൽ നിന്റെ യൗവനത്തിൽ നീ എന്നെ അനുഗമിച്ചു നടന്ന നാളിലെ സ്നേഹവും ഭക്തിയും ഞാൻ ഓർക്കുന്നു. ലോകത്തിൽ ആർക്കും അതറിയത്തില്ല, പക്ഷെ ദൈവത്തിന് അതറിയാം. He will be righteous to you. He will be righteous to you. He will be righteous to you. നീ ദൈവസന്നിധിയിൽ കരഞ്ഞതിന് അവൻ അനീതി കാണിക്കത്തില്ല. നീ തമ്പുരാന്റെ പാദപീഠത്തിൽ ഉടമ്പടി ചെയ്തതിന് ദൈവം അനീതി കാണിക്കത്തില്ല. നീ ദൈവത്തെയും ദൈവ ശുശ്രൂഷകരെയും സ്നേഹിച്ച് സേവിച്ചതിന് ദൈവം അനീതി കാണിക്കത്തില്ല. നീ മുണ്ടുമുറുക്കിയും ദൈവവേലയ്ക്ക് കൈത്താങ്ങൽ കൊടുത്തതിന് ദൈവം അനീതി കാണിക്കത്തില്ല. ആക്ഷേപത്തിന്റെയും പരിഹാസത്തിന്റെയും നടുവിൽ നീ പട്ടണത്തിൽ കൂടി നടന്ന് ആലയത്തിൽ കയറി തുള്ളിയിട്ട് ഇറങ്ങിപ്പോയതിന് ദൈവം അനീതി കാണിക്കത്തില്ല. He will be righteous. നീ ആത്മാവിൽ നിറയുന്നത് കണ്ടിട്ട് നിന്റെ കൂട്ടുവിശ്വാസി നിന്നെ നോക്കി പറഞ്ഞു, നിന്റെ പഴയ പാസ്റ്റർ നിന്റെ അടുക്ക പറഞ്ഞു, നിനക്ക് ഭ്രാന്ത, നിനക്ക് സാത്താനാണെന്ന്. എന്നിട്ട് നീ ആരാധന കുറച്ചില്ല, എന്നിട്ട് നിന്റെ തുള്ളല് നിന്നില്ല. ഇന്ന് പകൽ നീ അറിയണോ, നിന്നോട് ദൈവത്തിന് ഒരു നീതിയുണ്ട്. ശത്രുക്കൾ 1000 കാണും, പക്ഷേ യു ഷാൽ മൂവ് ഫോർവേഡ്.
you shall move forward and you shall proceed. കാരണം ഒന്നാ, നിന്നെ നടത്തുന്നവന് നിന്നോട് ഒരു നീതിയുണ്ട്. He is righteous towards you. He is righteous towards you. His righteousness, അവൻ്റെ നീതി അതെന്നേക്കും നിലനിൽക്കും. He will guide you. He will lead you. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമാ യേശു ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമാ യേശു ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളുമെന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമാ യേശു ചൊല്ലിയിട്ടുണ്ട്. By his righteousness he shall lead you. അവൻ്റെ നീതിയാൽ അവൻ നിന്നെ നടത്തും. എവിടെയെങ്കിലും നടക്കുവാൻ കഴിയാതെ നീ കുഴഞ്ഞു പോയാൽ നിന്നെ നടത്തുന്ന ആ കരം എന്തു ചെയ്യുമെന്നറിയാമോ? ആ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ താങ്ങും. അവൻ എന്നെ താങ്ങി നടത്തും. 2024 ആ വലം കൈ നിന്നെ താങ്ങിയതാണെങ്കിൽ 2025 അത് നിന്നെ മുമ്പോട്ട് നടത്തുന്നതായിരിക്കും. എല്ലാ നാളും അവൻ നിന്നെ താങ്ങി വെക്കത്തില്ല. അവൻ താങ്ങി നിന്നെ എഴുന്നേൽപ്പിക്കും. അവൻ താങ്ങി നിന്നെ നടത്തും. അപ്പോൾ ഒരു ചോദ്യം വരും, ദൈവമേ നീ എപ്പോഴാ എന്നെ നടത്തുന്നേ? നീ എപ്പോഴാ എന്നെ നടത്തുന്നേ? ഏത് ദിവസമായിരിക്കും എന്നെ നടത്തുന്നേ? ഈ 2025 എന്നായിരിക്കും നിന്റെ നടത്തിപ്പ് എനിക്കറിയാൻ കഴിയുന്നത്? യെശയ്യാ പ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യഹോവ നിന്നെ വല്ലപ്പോഴും നടത്തും. നോ, യഹോവ നിന്നെ എല്ലായ്പ്പോഴും, യഹോവ നിന്നെ എല്ലായ്പ്പോഴും, യഹോവ നിന്നെ എല്ലായ്പ്പോഴും, യഹോവ നിന്നെ എല്ലായ്പ്പോഴും. ഇന്ന് പകൽ പറഞ്ഞാട്ടെ, എല്ലായ്പ്പോഴും അവൻ എന്നെ വഴി നടത്തും. തീയിൽ കൂടി നടന്നാലും, ആമേൻ, വെള്ളത്തിൽ കൂടി കിടന്നാലും, നദികളിൽ കൂടെ ഞാൻ നടക്കേണ്ടി വന്നാലും, മരുഭൂമികളിൽ കടക്കേണ്ടി വന്നാലും, അതൊരു വർഷമല്ല, 2 വർഷമല്ല, 40 സംവത്സരം നീണ്ടു നിൽക്കുന്ന മരുഭൂയാത്രയാണെങ്കിലും, അത് ചെങ്കടലാണെങ്കിലും, അത് യോർദാന്റെ തീരമാണെങ്കിലും, അവൻ എല്ലായ്പ്പോഴും എന്നെ നടത്തും. കൂടെ നിന്നവർ മാറിപ്പോയാലും, കൂട്ടുകാരെന്ന് പറഞ്ഞവർ അകന്നു പോയാലും, സ്നേഹിതരെന്ന് പറഞ്ഞവർ തിരിഞ്ഞു നിന്നാലും, കൂട്ടം വെറുത്തു കുലവും വെറുത്തെൻ്റെ കൂട്ടുകാരും വെറുത്തു, എന്നാൽ കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. എൻ്റെ കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. കൂട്ടം വേറുത്തു കുലവും വേറുത്തെൻ്റെ കൂട്ടുകാരും വേറുത്തു, എന്നാൽ കൂട്ടായി തീർന്നെൻ്റെ സ്വർഗീയ സ്നേഹിതൻ കഷ്ടകാലത്തും വിടാ. മാതാപിതാക്കന്മാർ എന്നെ വെടിഞ്ഞാലും ഖേദമില്ലേ എനിക്ക്,
യേശുവുണ്ട് എനിക്ക്, എൻ്റെ മാതാപിതാവേക്കാൾ അൻപു തിങ്ങിടുന്നോ യേശുവുണ്ട് എനിക്ക്. അവൻ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ സാഹചര്യങ്ങളിൽ മനുഷ്യന് നിന്റെ കൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരും. മനുഷ്യന് നിന്റെ കൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ കടന്നു വരും. യേശു കർത്താവ് കുരിശുമേന്തി ഗൊൽഗൊത്തയുടെ മുകളിലേക്ക് കടക്കുമ്പോൾ ശിഷ്യന്മാരാരും ഉണ്ടായിരുന്നില്ല. മഹാപുരോഹിതന്റെ അകത്തളത്തിലേക്ക് യേശുവിനെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ പത്രോസ് ദൂരവേ യേശുവിനെ അനുഗമിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രതികൂലത്തിൻ്റെ കാഠിന്യമേറുമ്പോൾ ചിലർ ദൂരവേ മാറിപ്പോകും. അവരുടെ പിഴവല്ല, അവർക്കതിൽ കടപ്പാൻ കഴിയുകയില്ല. 7 മടങ്ങ് അധികം കഠിനമായി കത്തിയെരിയുന്ന ബാബിലോണിലെ തീച്ചൂണയിൽ ഹനനിയാവേ, മിശായേലേ, അസര്യാവേ, നിന്റെ കൂടെ നടക്കാൻ നിന്റെ സ്നേഹിതരും സുഹൃത്തുക്കളും ആരും കാണത്തില്ല. പക്ഷേ 4മതൊരുവൻ ഇറങ്ങി വന്നു. ടു ബി വിത്ത് ഹിം, അവനോടുകൂടെ നടക്കുവാൻ, അവൻ്റെ കരം പിടിക്കുവാൻ, അവനോടുകൂടെ ചലിക്കുവാൻ. ഇന്ന് പകൽക്കാലം തിരിച്ചറിഞ്ഞാട്ടെ, എന്നെ നടത്തുവാൻ ഏത് സാഹചര്യത്തിലും, ഏത് പ്രതികൂലത്തിലും, ഏത് പ്രതിസന്ധിയിലും എന്നെ നടത്തുവാൻ ഒരുത്തൻ എനിക്കുണ്ട്. അത് മരുഭൂമിയായാലും അത് പ്രതികൂലമായിരുന്നാലും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വാക്യമുണ്ട്. യോസേഫ് കാരാഗ്രഹത്തിൽ കിടന്നു, ദൈവം അവനോടുകൂടെ ഇരുന്നു. ഞാൻ ആ വാക്യത്തെ ഇങ്ങനെയാണ് കാണുന്നത്. യോസേഫ് കാരാഗ്രഹത്തിൽ ഒരു കീറ്റപ്പായ്ക്കകത്ത് ഇങ്ങനെ 2 കൈയും തലയിൽ വെച്ച് ഇങ്ങനെ ചരിഞ്ഞു കിടന്നുറങ്ങുമ്പോൾ ദൈവം അരികത്ത് വന്ന് അവൻ്റെ തലയെടുത്ത് ദൈവത്തിൻ്റെ മടിയിൽ വെച്ചിട്ട് ദൈവം ഇങ്ങനെ തട്ടിക്കൊടുത്ത് അവനെ ഇങ്ങനെ ഉറക്കിക്കൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും യോസേഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൈവം അവിടെ വന്ന് നിന്ന് നോക്കി എന്നല്ല എഴുതിയിരിക്കുന്നത്, അപ്പുറത്ത് മാറി ക്ഷീണം കൊണ്ട് കിടന്നെന്നല്ല എഴുതിയിരിക്കുന്നത്, അവനോട് കൂടെ ഇരുന്നു. When Joseph was sleeping, the Lord was sitting and his head was resting on his lap. ഇന്ന് പകൽ നീ തിരിച്ചറിയണം, നിന്റെ പ്രതികൂലങ്ങളിൽ എല്ലായ്പ്പോഴും നിന്നെ നടത്തുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് 48-ാം സങ്കീർത്തനം അതിൻ്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം, അവൻ നമ്മെ ജീവ പര്യന്തം വഴി നടത്തും, ജീവ പര്യന്തം വഴി നടത്തും. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, ജീവപര്യന്തം വഴി നടത്തും. എൻ്റെ സഹോദരങ്ങളെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അവനെ നടക്കാൻ സമ്മതിക്കത്തില്ല, പകരം എന്ത് ചെയ്യും? അവനെ എടുത്തുകൊണ്ട് നടക്കുക. 1 വയസ്സ് 1.5 വയസ്സൊക്കെ ആവുമ്പം അവൻ നിർബന്ധം പിടിക്കുക, എനിക്ക് നടക്കണം. പക്ഷെ അവൻ്റെ അമ്മ എന്ത് സമ്മതിക്കത്തില്ല, അവനെ നടക്കാൻ സമ്മതിക്കാതെ അവനെ എടുത്തുകൊണ്ട് നടക്കുക. പക്ഷെ ഒരു 3 വർഷം കഴിയുമ്പോൾ, ഒരു 4 വയസ്സാകുമ്പോൾ ഇവൻ ഇതേ അമ്മയുടെ അടുക്ക പറയാ, എന്നെ ഒന്ന് എടുക്കാമോ? അപ്പം അമ്മ പറയും, മക്കളെ ഇനി നിന്നെ എടുക്കാൻ പറ്റുകയില്ല എന്ന് പറയുക. കണ്ടോ, ഒരു 3 വർഷം മതി ഒരമ്മയ്ക്ക് മകനോടുള്ള ബന്ധം മാറാൻ. എന്താ കാരണം? അമ്മയുടെ മനസ്സ് ക്രൂരമായതാണോ? അല്ല, അമ്മയുടെ ബലഹീനത, മനുഷ്യൻ്റെ ബലഹീനതയിൽ നിന്നെ വഴി നടത്തുവാൻ ഒരു പരിമിതി ഉണ്ടായിരിക്കാം. എന്നാൽ ഈ 5-ാമത്തെ വയസ്സിൽ ഈ അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കുഞ്ഞിൻ്റെ കയ്യെ മുറുകെ പിടിച്ചിട്ട് പറയുക, നീ പോകരുത്, നീ പോകരുത്, ഞാൻ നിന്നെ വഴി നടത്താം, ഞാൻ നിന്നെ കൊണ്ടുപോകാം, ഞാൻ നിന്നെ വഴി നടത്താമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ, ഒരു 12-13 വയസ്സ് കഴിയുമ്പോൾ ഈ കൊച്ചു ചെറുക്കൻ ഓടുന്ന ഓട്ടത്തിൽ അമ്മ ഇപ്പുറത്ത് നിന്ന് പറയാ, എനിക്ക് അവൻ്റെ കൂടെ ഓടാൻ പറ്റത്തില്ല എന്ന് പറയാ. അമ്മയുടെ മനം പിണങ്ങിയതാണോ? ഇല്ല, അമ്മയുടെ ബലഹീനതയാണ്. എന്നാൽ ഏറെ വർഷങ്ങൾ കഴിയുമ്പോൾ ഇതേ പിതാവ്, ഇതേ മാതാവ് ഈ കുഞ്ഞിൻ്റെ അടുക്കൽ ഒന്ന് ചോദിക്കുക, എന്നെ ഒന്ന് കൈപിടിച്ച് നടത്താമോ? ഒരു കാലത്ത് ആഗ്രഹത്തോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ കൈപിടിച്ച് നടത്തിയ ഈ അമ്മയെ അവനൊന്ന് തിരിച്ചു കൈപിടിച്ച് നടത്താൻ അവന് വിമ്മിഷ്ടവും ബലഹീനതയും തോന്നോ? ആ കാലഘട്ടത്തെ നോക്കിയിട്ട്, ആ അവസ്ഥകളെ കണ്ടിട്ട് യെശയ്യാ പ്രവചനം 48
46-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, നിന്റെ കുട്ടിക്കാലത്തോ നിന്റെ യൗവനകാലത്തോ നിന്റെ കരം പിടിച്ച് നടക്കാൻ പലരും ഉണ്ടായിരിക്കും. പക്ഷേ നിന്റെ തലയിൽ നര വീഴുമ്പോൾ, നിന്റെ ത്വക്കിന്റെ ഭംഗി നഷ്ടപ്പെട്ട് ചുക്കി ചുളുങ്ങുമ്പോൾ നിന്നെ വഴി നടത്താൻ ഒരുത്തനും ഇല്ലാതെ ഇരിക്കുക. പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യാം, വാർദ്ധക്യം വരെയോ ഞാൻ അനന്യൻ തന്നെ. വാർദ്ധക്യം വരെയോ ഞാൻ അനന്യൻ തന്നെ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഞാനും നീയും തമ്മിൽ എന്തായിരുന്നോ ബന്ധം, നിന്റെ ബാല്യത്തിൽ ഞാനും നീയും തമ്മിൽ എന്തായിരുന്നോ ബന്ധം, നിന്റെ യൗവനത്തിൽ ഞാനും നീയും തമ്മിൽ എന്തായിരുന്നോ ബന്ധം. നിനക്ക് നര വീണാല്, നിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടാല്, നിന്റെ അസ്ഥികൾ കിടുകിട വേദനിച്ചാല്, ഞാൻ എന്റെ ബന്ധത്തിന് മാറ്റം വരുത്തത്തില്ല. നീ നരയ്ക്കുവോള് ഞാൻ നിന്നെ ചുമക്കും, നരച്ചാലും ഞാൻ നിന്നെ വഹിക്കുകയും ചുമക്കുകയും ചെയ്ത് ഏറ്റവും ഒടുവിലായി പറയുകയാണ്, നിന്നെ വഹിക്കുകയും നിന്നെ ചുമക്കുകയും നിന്നെ ചുമന്ന് വിടുവിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞാൽ, മരണം വഴിയായി നീ ഭൂമിയിൽ നിന്ന് മാറുന്ന ഒരു ദിവസമില്ലേ, ആ ദിവസം വരെ ഞാൻ നിന്നെ ചുമക്കാം. എന്നിട്ട് അവസാനം എല്ലാവരും നീ മരിച്ചുവെന്ന് കണ്ട് മാറി നിൽക്കുമ്പോൾ, നിന്റെ ജീവൻ പോകുമെന്ന് കണ്ട് മാറി നിൽക്കുമ്പോൾ, ഞാൻ ഇന്നലെ വരെ ചുമന്ന ഞാൻ, ഇന്ന് വരെ ചുമന്ന ഞാൻ, നീ ഇനി ആർക്കും ഒരു ഭാരമാകാതിരിക്കേണ്ടതിന് ഞാൻ നിന്നെ വിടുവിച്ച് ഈ മനുഷ്യ കൂടാരത്തിൽ നിന്ന്, ഈ ഭൗമ ശരീരത്തിൽ നിന്ന്, ഈ താഴ്ചയുള്ള ശരീരത്തിൽ നിന്ന്, ഈ മർത്യതയുള്ള ശരീരത്തിൽ നിന്ന് തേജസ്സിന്റെ ശരീരം പ്രാപിപ്പാൻ, അമർത്യതയുടെ ശരീരം പ്രാപിപ്പാൻ, സ്വർഗീയ ശരീരം പ്രാപിപ്പാൻ, വാടാത്ത കിരീടം പ്രാപിപ്പാൻ, ഈ ഭൗമ മണ്ഡലത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ച് നിത്യ കൂടാരത്തിലേക്ക്, പറുദീസയിലേക്ക് ഞാൻ നിന്നെ ഷിഫ്റ്റ് ചെയ്യും. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാ പിരിയ ബന്ധമാണിതു യുഗകാലം വരെയോ. പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു, പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. മഹൽ സ്നേഹം, മഹൽ സ്നേഹം പരലോക പിതാവോ തൻ മകനെ മരിപ്പതിനാൽ കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞോ. ഇന്ന് പകൽ വിശ്വസിച്ച, ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് കയറുന്നില്ല, അത് കയറിയാൽ എവിടെയും ഇന്ന് എത്തത്തില്ല. ഇന്ന് പകൽ ദൈവിക നടത്തിപ്പിൻ്റെ 1-ാമത്തെ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു വിഷയം നിങ്ങളോട് പറയാം. നിങ്ങളുടെ മരണം വരെയും അവൻ നിങ്ങളെ നടത്തും. നിങ്ങളും മരിച്ചാലും നിങ്ങളുടെ മക്കളെ ദൈവം നടത്തും. മെസൊപ്പൊട്ടേമിയയിലെ പ്രബല പട്ടണമായ ഊരിൽ നിന്ന് യാത്ര പുറപ്പെടാൻ നിയോഗം ലഭിച്ചത് തേരഹിനാണ്. തേരഹ് യാത്ര പുറപ്പെട്ടു, ഹാരാനിലെത്തി. ഹാരാനിൽ വെച്ച് തേരഹ് മരിച്ചു. അബ്രഹാമിൻ്റെ സഹോദരനും മരിച്ചു. ആശങ്കകൾ പൊട്ടിമുളച്ചു. നിയോഗമല്ലായിരുന്നോ യാത്ര? നിയോഗമല്ലായിരുന്നോ യാത്ര? നിയോഗമനുസരിച്ച യാത്രയുണ്ടായെങ്കിൽ എങ്ങനെ മരണം സംഭവിച്ചു? ആശങ്കകൾ, ജീവിതത്തിൽ എടുത്തു വെച്ച സ്റ്റെപ്പുകളുടെ മുമ്പാകെ പ്രതികൂലങ്ങൾ വരുമ്പോൾ ആശങ്കകൾ. എന്നാൽ അബ്രഹാമിൻ്റെ മനസ്സിൽ 2 വഴികളുണ്ട്. ഒന്ന്, ഈ ഹാരാനിൽ അപ്പനെ കുഴിച്ചിട്ട മണ്ണിൽ ഒതുങ്ങിക്കൂടാ. അല്ലെങ്കിൽ കുറച്ച് നാളല്ലേ ആയുള്ളൂ, തിരികെ മെസൊപ്പൊട്ടേമിയയിലേക്ക് മടങ്ങിപ്പോകാം. മെസൊപ്പൊട്ടേമിയ
ഇന്നത്തെ ദുബായിയെക്കാട്ടിലും പ്രബലമാണ്. ഇന്ന് ദുബായിൽ ഒരു മഴ പെയ്താൽ 2 ദിവസം കൊണ്ട് വെള്ളം പൊങ്ങും. പക്ഷെ മെസപ്പൊട്ടോമിയയിൽ നിന്ന് പെയ്താലും വെള്ളം പൊങ്ങത്തില്ല. ദ മോസ്റ്റ് സെറ്റിൽഡ് ഇറിഗേഷൻ സിസ്റ്റം, ഗട്ടർ സിസ്റ്റം ഉണ്ടായിരുന്നത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലാണ്. അങ്ങനെയെങ്കിൽ ഇന്നിൻ്റെ ദുബായിയെക്കാട്ടിലും മനോഹരമായിരിക്കുന്ന സാംസ്കാരികതയുടെ ഈറ്റില്ലം. അബ്രഹാമിൻ്റെ മനസ്സിൽ പ്രതിസന്ധികളുടെ നടുവിൽ ഒരു ചോദ്യം: മടങ്ങിപ്പോയാലോ, മടങ്ങിപ്പോയാലോ, മടങ്ങിപ്പോയാലോ. എന്നാൽ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇല്ല, നീ പിന്തിരിഞ്ഞു പോകണ്ട, പകരം നീ മുമ്പോട്ട് വാ. നീ മുമ്പോട്ട് വാ. ഞാനല്ലേ നിന്നെ വിളിച്ചത്. നീ നിന്റെ പിതൃഭവനത്തെ നോക്കണ്ട, നീ നിന്റെ ചാർച്ചക്കാരെ നോക്കണ്ട, പകരം നീ എന്നെ വിശ്വസിച്ച് മുമ്പേ വാ. ഞാൻ നിന്നെ കൊണ്ടെത്തിച്ചോളാം. ഇന്ന് പകൽ ജീവിതത്തിൽ മുന്നോട്ട് വെച്ച ചില കാലടികൾ എവിടെയോ പിഴയ്ക്കുമ്പോൾ, എടുത്ത തീരുമാനങ്ങളിൽ ആശങ്കപ്പെടുമ്പോൾ, മുമ്പോട്ടും വയ്യ പുറകോട്ടും വയ്യ, ഇവിടെ തന്നെ ഒതുങ്ങിയാലോ എന്ന് ഭയപ്പെടുമ്പോൾ, എൻ്റെ അടുക്കലേക്ക് കർത്താവ് ഇറങ്ങി വരികയാണ്. ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന ഏലിയാവിനെ ദൈവം അവിടെ കിടത്തിയില്ല, അവിടെ നിന്ന് പൊക്കി. ഹോരേബിൻ്റെ ഗുഹയ്ക്കകത്ത് ചെന്നിട്ട് പറഞ്ഞു: ഇത് ദൈവത്തിൻ്റെ പർവ്വതമല്ലേ, ഇവിടെ ഇരുന്നോളാം. പക്ഷേ ദൈവപർവ്വതത്തിലിരിക്കുന്ന, ഹോരേബിലിരിക്കുന്ന ഏലിയാവിൻ്റെ അടുക്കൽ ദൈവം ചെന്നിട്ട് ചോദിക്കുക: ഏലിയാവേ, നീ ഇരിക്കുന്നത് ദൈവപർവ്വതത്തിലൊക്കെയാണ്, പക്ഷെ ഇവിടെ നിനക്കെന്താ കാര്യം? നീ ദൈവസാന്നിധ്യത്തിൽ ഇരുന്നാൽ പോരാ, നീ കുറച്ച് പ്രാർത്ഥിച്ചാൽ പോരാ, നീ കുറച്ച് ബൈബിൾ വായിച്ചാൽ പോരാ, പകരം യു ഷുഡ് മൂവ് ടു യുവർ ഡെസ്റ്റിനേഷൻ. നിന്റെ നിയോഗത്തിലേക്ക് നീ മൂവ് ചെയ്യണം. നീ ആരാമിന് രാജാവിനെ ഉണ്ടാക്കേണ്ടിവനാ, നീ ഇസ്രായേലിന് രാജാവിനെ ഉണ്ടാക്കേണ്ടിവനാ, നീ യഹൂദന് രാജാവിനെ ഉണ്ടാക്കേണ്ടിവനാ. ഈ 2025 നിന്റെ മുമ്പിൽ ഒന്നും കാണുന്നില്ലായിരിക്കും, പക്ഷെ ഒന്ന് പറഞ്ഞോട്ടെ: തൻ്റെ നീതിയാൽ എന്നെ നടത്തുന്നവൻ, തൻ്റെ ദയയാൽ എന്നെ നടത്തുന്നവൻ, തൻ്റെ കരുണയാൽ എന്നെ നടത്തുന്നവൻ,